നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷസ് ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ടോ? ആഗ്രഹങ്ങളുണ്ടോ? ഇല്ലേ? ആഗ്രഹങ്ങളുണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? നമ്മുടെ ഡ്രസ്, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? ഐഫോൺ വാങ്ങണം. പിന്നെന്ത് വേണം? ഒരു നല്ല കാറ് വേണം. പിന്നെ കേട്ടില്ല. കോസ്മെറ്റിക്സ് വേണം. പിന്നെ പിന്നെന്താ? ഒന്നും വേണ്ടേ? ഇങ്ങനെ ഇരുന്ന് പോയാൽ മതിയാ? ഒരു നല്ലൊരാളാവണം. വെരി ഗുഡ്. പിന്നെ ഈ ഭാഗത്ത് ആഗ്രഹങ്ങളൊന്നുമില്ലേ? എക്സാമിൽ നല്ല മാർക്ക് വാങ്ങണം. ഇവിടെ എന്തോ വലിയ കോമഡി പറയേണ്ടെന്നാണ്. എന്താടാ? എന്തായിരുന്നു അവൻ്റെ ആഗ്രഹം? പെണ്ണെട്ടണമെന്നാ? അയ്യോ, സമയാവട്ടെ, ഇപ്പൊ തന്നെയാ. ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാം പൂർത്തീകരിച്ചോ? കിട്ടിയോ? കിട്ടിയില്ല. കിട്ടുമോ? കിട്ടും. നിങ്ങൾ ഹാപ്പിയാണോ? അല്ല. എല്ലാം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയിട്ടുണ്ടോ? നമുക്ക് തരാത്തവരില്ലേ? നല്ലൊരു ഫോണില്ലാത്തവരില്ലേ? നല്ലൊരു ബൈക്കില്ലാത്തവരില്ലേ? നല്ലൊരു ബ്രാൻഡഡ് ഷൂ വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ച് നടന്നു, ഇടാൻ കഴിഞ്ഞിട്ടില്ല, അല്ലടാ? പരാതികളുണ്ടോ? ഉണ്ട്. പരാതികളുണ്ടോ? ഉണ്ട്. 100% ഹാപ്പിയായവരൊന്ന് കൈവെക്കാമോ? ആരുണ്ടാവൂലെന്ന് അവള് പറഞ്ഞ ആരുണ്ടാവില്ല. ഒരു 50%. 50% ഉണ്ട്. ഓക്കെ. ഒരു 60 പോയി, 70 പോയി. ശരി, നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, അംബിഷൻസ് ഉണ്ട്. അതൊന്നും കിട്ടിയിട്ടില്ല. കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അല്ലേ? ചിത്രത്തിൽ കാണുന്നത്, വീഡിയോയിൽ കാണുന്നത് ഒരു ഫാരഡി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ലൈഫാണ്. ഏകദേശം 10 വയസ്സിന് താഴെ പ്രായമുള്ള ഫാരഡി. അവളുടെ ജീവിതത്തിൽ സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ച് നല്ല ബാഗും നല്ല യൂണിഫോമും നല്ല ഷൂവും നല്ല ക്ലാസ് മുറിയും നല്ല പുസ്തകങ്ങളും ഒക്കെ ആഗ്രഹിച്ച് സ്കൂളിൽ പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഫാരഡി, ബട്ട് അതിരാവിലെ ഇഷ്ടികച്ചൂളയിൽ ചെന്ന് ചുമടെടുത്ത് അമ്മയെ സഹായിച്ച് അനിയത്തിയോടൊപ്പം നിന്ന് തന്നെ കൊണ്ട് വഹിക്കാൻ കഴിയാത്ത ആ കല്ലുകൾ ഒറ്റക്കേറ്റേണ്ടി വന്ന് ഓരോ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയോ ഷൂട്ടിങ്ങിന് വേണ്ടിയോ ഷൂട്ട് ചെയ്തതല്ല, അവളുടെ ലൈഫാണ്. ഫാരഡിയുടെ ലൈഫും നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 100% നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ പ്രതീക്ഷകളും എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കുക.
I just want my daughter to be able to go to school. ഫാരഡി പറയുന്നതാണ്, സ്കൂളിൽ പോകാൻ ആഗ്രഹമുണ്ട്, ബാഗ് തൂക്കാൻ ആഗ്രഹമുണ്ട്. ആ അമ്മയുടെ കണ്ണുനീര് നോക്ക്. തൻ്റെ മകളെ സ്കൂളിൽ അയക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ ആ ആഗ്രഹത്തിന് മുന്നിൽ എല്ലാ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ ഹാപ്പിയാണോ? പെർസെൻറ്റേജ് ലൗഡ്ലി. ഇല്ലേ? പരാതികളാണോ? ഇനിയും പരാതികളുണ്ടോ? വൈ വി ആർ ലക്കി? എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ഫാരഡിയുടേതുപോലെ ആകാതെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചത് കുറച്ചെങ്കിലുമൊക്കെ ലഭിച്ച് ഇവിടെ വന്നിരിക്കാൻ കഴിയുന്നവരായി, സ്കൂളിൽ പോകാൻ കഴിയുന്നവരായി, നല്ല ബുക്കും നല്ല യൂണിഫോമും നല്ല ഡ്രസ്സും നല്ല സൗകര്യങ്ങളും നല്ല ഭക്ഷണവുമൊക്കെ കിട്ടിയത് എന്തുകൊണ്ടാണ്? യെസ്, എന്തുകൊണ്ടാണ്? ആസിഫെ, എന്തുകൊണ്ടാണ്? ഹാഫിസ്, എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇത്ര ഭാഗ്യവാന്മാരായത്? എന്തുകൊണ്ടായിരിക്കും? യെസ്, ആരായിരിക്കും അതിന് കാരണക്കാർ? പാരൻസ്, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും. ശരിയാണോ? യെസ് ഓർ നോ? ശരിയാണോ? യെസ്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു പേനയും പേപ്പറും ഉണ്ട്. ഇല്ല? യെസ്, പരിഹാരമുണ്ട്. പ്ലീസ് റൈറ്റ് അബൌട്ട് യുവർ മം. ഉമ്മയെക്കുറിച്ച് ഒരു വാക്ക്. സ്വന്തം ഉമ്മയെപ്പറ്റി, ഞാൻ പിറന്നു വീണത് മുതൽ കാണുന്ന, എന്നെ താരാട്ടുപാടിയ, ഞാൻ അമ്മിഞ്ഞപ്പാല് നുകർന്ന എൻ്റെ ഉമ്മയെപ്പറ്റിയുള്ള ഒരു വാക്ക്. എഴുതാൻ കഴിയാത്തവർ, എഴുതാൻ പേനയോ പേപ്പറോ ഇല്ലാത്തവർ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി. മൈക്ക് തരുമ്പോൾ പറഞ്ഞാൽ മതി. യെസ്, എഴുതിയോ? പേപ്പറില്ലെങ്കിലും നിങ്ങളുടെ ID കാർഡിൻ്റെ പുറകിൽ എഴുതാം. പേപ്പറില്ലെങ്കിൽ ഒരു വാക്കല്ലേ ഉള്ളൂ, മനസ്സിൽ ഓർത്തു വെക്കുക. അങ്ങനെ മറന്നു പോണ അരണയുടെ ബുദ്ധി ഓർമ്മയൊന്നുമില്ലല്ലോ നമുക്ക്. ഓക്കെ, എഴുതി കഴിഞ്ഞു. നമ്മളെ വളർത്തിയ, നമ്മുടെ ജീവൻ്റെ ജീവനായ നമ്മുടെ അമ്മയെക്കുറിച്ചാണ് എഴുതേണ്ടത്. ദിവസവും കാണുന്ന, നമ്മുടെ വസ്ത്രവും നമുക്കുള്ള ഭക്ഷണവുമെല്ലാം ഒരുക്കി തരുന്ന ആ ഉമ്മയെ ഒറ്റ വാക്കിൽ ഞാൻ എങ്ങനെയാണ് പറയുക എന്നതാണ് നിങ്ങൾ പറയേണ്ടത്. യെസ്, സ്റ്റാർട്ട് ഫ്രം ഹിയർ.
നമ്മളെ ഉമ്മാനെ കുറിച്ചേ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണോ അതിൻ്റെ അർത്ഥം? യെസ്. എനിക്ക് ആരാണ് എൻ്റെ ഉമ്മ? ആര് പറയും? ആര് പറയും? ഓക്കെ, ത്യാഗിയാണ് എൻ്റെ ഉമ്മ. മൈക്ക് ഇവിടുന്ന് പോകരുതെന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ത്യാഗിയാണ് എൻ്റെ ഉമ്മ. യെസ്. എന്ത് പറയാനാണ്? എൻ്റെ ഉമ്മാനെ കുറിച്ച് എന്ത് പറയാനാ? മക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടോ, ആരെ കുറിച്ചായി പറയണത്? ആരമ്മാനെ? എൻ്റെ ഉമ്മേ, നമ്മളുടെ ഉമ്മയാണ്. ഒന്നാലോചിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ലല്ലോ എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. എന്താണ് എനിക്ക് എൻ്റെ ഉമ്മ? യെസ്. ഉമ്മ എണീക്കുമ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് എൻ്റെ ഉമ്മയെ എനിക്ക് ഇഷ്ടമാണ്. വെരി ഗുഡ്. ഉമ്മയാണ് എനിക്കെന്നും എൻ്റെ ഭക്ഷണം ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്ക് പാചകം ചെയ്തു തരുന്നത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കി എല്ലാ നിലയിലും നമുക്ക് വേണ്ട വസ്ത്രങ്ങളും കൊണ്ടുപോകേണ്ട ഭക്ഷണവും എല്ലാം തയ്യാറാക്കി തരുന്ന ഒരാൾ, വളരെ നേരത്തെ എഴുന്നേറ്റ് വളരെ വൈകി നമ്മുടെ വീട്ടിൽ ഉറങ്ങുന്ന ഒരാൾ. എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഒരു ഉമ്മാനെ കുറിച്ച്? യെസ്. ഇനി ആരുണ്ട് സ്വന്തം ഉമ്മയെക്കുറിച്ചൊരു വാക്ക് പറയാൻ? യെസ്. അല്ലാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഉമ്മ. കൊച്ചുകൂട്ടുകാരി, അല്ലാഹ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഉമ്മ. സുഖപ്രസവത്തിലൂടെ പുറത്തു വന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കാമോ? സുഖപ്രസവത്തിലൂടെ. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. സിസേറിയനിലൂടെ പുറത്തു വന്നവർ? ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. മുട്ട വിരിഞ്ഞ് വന്നവർ? അല്ല, രണ്ടും അല്ലാത്തവരുണ്ടാവുമല്ലോ. കുറേ ആൾക്കാർ കൈ പൊക്കിയില്ല. അതോ അറിയാഞ്ഞിട്ടാണ്? അറിയാഞ്ഞിട്ടാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇനി സിസേറിയൻ എന്താണെന്നറിയാമോ? സിസേറിയൻ വയറിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ കീറും. ഇവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങനെ കീറും. ഒന്നാമത്തെ പ്രസവത്തിന് കീറും. കീറിയിട്ട് അതിനകത്ത് നിന്നാണ് നമ്മളെ പുറത്തെടുക്കുന്നത്. രണ്ടാമതുമ്മ ഗർഭിണിയാവും. അപ്പോൾ രണ്ടാമത്തെ കുട്ടികളുണ്ടാവും ഇവിടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. രണ്ടാമതുമ്മ ഗർഭിണിയാകുമ്പോൾ ഈ ഇട്ട സ്റ്റിച്ച് ഉമ്മയുടെ വയറ് വീർക്കുന്നതിനനുസരിച്ച്, നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് ഈ സ്റ്റിച്ച് വലിയാൻ തുടങ്ങും. വേദന കൊണ്ട് പൊളയും. ആ കുട്ടി ചിലപ്പോൾ 9 മാസം തികയുന്നതിന് മുൻപേ
രണ്ടാമതും ആ കീറിയ ഭാഗത്ത് തന്നെ കീറും. മൂന്നാമത്തെ കുട്ടിയാണെങ്കിൽ മൂന്നാമതും ഉമ്മ ഗർഭിണിയാകുമ്പോൾ മുൻപിട്ടിരിക്കുന്ന 2 സ്റ്റിച്ചുകളുടെയും ആ വയറ് വീർക്കുന്നതിനനുസരിച്ച് ആ സ്റ്റിച്ചുകൾ വലിയാൻ തുടങ്ങും. അങ്ങേറ്റത്തെ വേദന അനുഭവിച്ചുകൊണ്ട് മൂന്നാമത്തെ പുന്നാര മകനെ, പുന്നാര മകളെ, നമ്മളെ ഉമ്മ ചുമന്നു നടക്കും. ഒരിക്കലൊരു കൂട്ടുകാരൻ ടൂറ് പോകുന്ന സമയത്ത് ഉമ്മാനെ വിളിച്ചപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എന്താണ് ചങ്ങാതി നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണത്, നീ ചെറിയ കുട്ടിയാണോ? ആ അമ്മ അങ്ങനെയാണല്ലോ, നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ വിളിക്കും. രണ്ടാമതും വിളിച്ചു, അപ്പോഴും കൂട്ടുകാരെയൊക്കെ കളിയാക്കി. മൂന്നാമത്തെ തവണ അവനെ വിളിച്ചപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു, ഉമ്മക്ക് എന്താണ് എന്നെങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്, എന്തിനാ, ഞാൻ ചെറിയ കുട്ടിയാണോ? ഉമ്മ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ ഫോൺ താഴെ വെച്ചു. ഇതൊക്കെ കണ്ട് അവിടെ നിന്നിരുന്ന അവൻ്റെ ഇത്താത്ത, 9 മാസം ഗർഭിണിയായ അവൻ്റെ ഇത്താത്ത അവനെ വിളിച്ചു, എടാ നീ നിൻ്റെ ഉമ്മാനോട് ഇത് പറഞ്ഞോ, ഉമ്മ എന്താണ് ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്താണ് ഇത്താത്ത, ഞാൻ എത്ര തവണ ഉമ്മാനോട് പറഞ്ഞു, ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, എന്നെ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? അവൻ പറഞ്ഞു, നിനക്കറിയില്ല, ഞാൻ 9 മാസം ഗർഭിണിയാണ്. എൻ്റെ വയറിൽ ഞാൻ പ്രഗ്നൻ്റായി എന്നറിഞ്ഞത് മുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാൻ. നീയും ഇതുപോലെ പ്രഗ്നൻ്റായി എന്നറിയുമ്പോൾ നമ്മുടെ കൈവെള്ളയിലെ ഒരു വിരൽ തുമ്പിൻ്റെ അറ്റം മാത്രം വലിപ്പമുള്ള നമ്മൾ അന്ന് മുതൽ ഉമ്മ നിന്നെ കാത്തിരുന്നു. എനിക്കിപ്പോൾ കമിഴ്ന്ന് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കമിഴ്ന്ന് കിടക്കാൻ കഴിയുന്നില്ല. കമിഴ്ന്ന് കിടന്നാൽ എൻ്റെ വയറിനുള്ളിലെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉമ്മാക്ക് നിന്നെ കാണാതിരുന്നാൽ വിഷമമുണ്ടാകും. ഉമ്മ നിന്നെ വിളിക്കും, ഉമ്മ നിന്നെ വിളിക്കും. സഹോദരങ്ങളെ, കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എത്ര തവണ നമ്മൾ നമ്മുടെ ഉമ്മയോട് ഇതിലപ്പുറം ദേഷ്യപ്പെട്ടിട്ടുണ്ടാകും, ഇതിലപ്പുറം നമ്മൾ ചൂടായിട്ടുണ്ടാകും. ദാ ഒരു വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾ മുൻപ് കണ്ടിട്ടുള്ള പല വീഡിയോകളുമാണ്, പുതിയതായിട്ടൊന്നും കൊണ്ടുവരാനല്ല, ചിലത് ഓർമ്മപ്പെടുത്താൻ മാത്രമാണ്. എന്താണ് എന്താണ് ഉമ്മയുടെ ഒരു ത്യാഗം, അമ്മയുടെ ത്യാഗം. തൻ്റെ ജീവനെ മുതലയുടെ വായിലേക്ക് വച്ചു കൊടുത്തിട്ട്, എടോ പ്രസവിക്കുമ്പോൾ ശരീരത്തിലെ 20ഓളം എല്ലുകൾ പൊട്ടുന്ന വേദന അനുഭവിക്കുന്നുണ്ടുമ്മ. സുഖപ്രസവം എന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നു എന്ന് മാത്രമേയുള്ളൂ. അതികഠിനമായ വേദന. ആ വേദനയുടെ അവസാനമാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ വയറിൻ്റെ നടുവിൽ ഒരു പൊക്കിൾ കൊടി ബാക്കിയായിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഇല മരത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ആ ഇലയുടെ ചെറിയ ഒരു തണ്ട് അതിൽ ബാക്കിയുണ്ട്. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഈ മധ്യഭാഗത്ത് ഒരടയാളമുണ്ട്. ആ അടയാളത്തിന് പ്രത്യേകം വേറൊരു പർപ്പസുമില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന സമയത്ത്
ഉമ്മ കഴിച്ച ഭക്ഷണം, ഉമ്മ കുടിച്ച വെള്ളം, ഉമ്മ ശ്വസിച്ച വായു, അതിൽ നിന്ന് എന്റെയും നിന്റെയും ജീവൻ നിലനിർത്തിയത് ആ പൊക്കിൾ കൊടിയുടെ ഒരറ്റമായിരുന്നു. ആ ഒരറ്റം മുറിച്ചിട്ടുണ്ട്. ആ ഒരറ്റം എൻ്റെ വയറിന്റെ മുൻപിലാണെങ്കിൽ മറ്റൊരറ്റം എൻ്റെ ഉമ്മയിലാണ്. ആ ഉമ്മയെ കുറിച്ചാണ് ഒരു വാക്ക് ഞാൻ ഓർത്തെടുക്കാൻ പറയുമ്പോ എൻ്റെ ഉമ്മയെ ഞാൻ ഓർത്തിട്ട് പോലുമില്ല. എന്താണ് എൻ്റെ ഉമ്മയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മൾ അത്തരത്തിലൊരു ആലോചന പോലും ഉമ്മയെക്കുറിച്ച് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ, മറ്റൊരു വീഡിയോയാണ്, വളരെ കുറഞ്ഞ വീഡിയോ. പെട്ടെന്ന് ദേഷ്യം കൊണ്ടൊരു തട്ടിയെങ്കിലും അതിലൂടെ ഒരു വാഹനം പാഞ്ഞു പോയപ്പോ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു മൃഗത്തിൻ്റെ ഒരു വളരെ ചെറിയ ഒരു വീഡിയോ ആണത്. നമ്മളെ പലപ്പോഴും ചീത്ത പറയാറുണ്ടെങ്കിലും, ദേഷ്യപ്പെടാറുണ്ടെങ്കിലും, പലപ്പോഴും നമ്മളെ ഒന്ന് തട്ടാറുണ്ടെങ്കിലും, പക്ഷേ ഒന്ന് തട്ടി വീണാൽ ഓടിയെത്തുന്ന, കൈയും കാലും ഒടിഞ്ഞ് കട്ടിലിൽ കിടക്കേണ്ടി വന്നാൽ, നമ്മളൊക്കെ മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകാൻ വരുന്നത് ഒരു ചങ്കുമല്ല, ഉമ്മയാണ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എൻ്റെ 2 കൈയും പ്ലാസ്റ്റർ ഇട്ട് കട്ടിലിൽ കിടക്കേണ്ടി വന്നാൽ, നടന്നൊന്ന് കക്കൂസിലേക്ക് പോകാൻ പറ്റാതെ വന്നാൽ, 2 കാലുകളും തളർന്ന് കട്ടിലിൽ കിടക്കേണ്ടി വന്നാൽ, അറപ്പും വെറുപ്പോടും കൂടി കൂട്ടുകാർ നോക്കി നിന്നാലും ഒരറപ്പും വെറുപ്പുമില്ലാതെ എൻ്റെ അരികിലേക്ക് ഓടിയെത്തി എന്നെ വൃത്തിയാക്കാൻ, എന്നെ ശുദ്ധിയാക്കാൻ ഉമ്മയുണ്ടാകും കൂടെ. ഒരിക്കൽ മഞ്ചേരിയിൽ ഒരു ക്ലാസ്സിൽ ഇതുപോലൊരു ചോദ്യം കുട്ടികളോട് ചോദിച്ചപ്പോ ഒരു പെൺകുട്ടി തന്നൊരു മറുപടിയുണ്ട്. മറക്കാതെ മനസ്സിലിങ്ങനെ കിടക്കുന്നൊരു സാധന. കൊറോണ വന്ന് 3-4 വർഷങ്ങൾക്ക് മുൻപ് കൊറോണ വന്ന് റൂമിൽ അടച്ചു പൂട്ടി കിടന്നപ്പോ ആ പെൺകുട്ടിയുടെ കൂടെ ഉമ്മ വന്ന് കിടക്ക. ഉമ്മനോട് ചോദിച്ചു, ഉമ്മ എന്തിനാ ഉമ്മ എൻ്റെ കൂടെ കിടക്കുന്നത്? എനിക്ക് കൊറോണയാണ്. മോളെ, നിനക്ക് കൊറോണ വന്നില്ലേ? അതിലും വലുതൊന്നും എനിക്കില്ല, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. നമുക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരാൾ നമ്മുടെ വീടുകളിലുണ്ട്. പക്ഷേ നമ്മൾ എത്രയാണ് ദേഷ്യപ്പെട്ടിട്ടുള്ളത്? നമ്മൾ എത്രയാണ് ചൂടായിട്ടുള്ളത്? നമ്മൾ എത്രയാണ് പിണങ്ങിയിട്ടുള്ളത്? എത്ര പ്രാവശ്യമാണ് അവരുടെ മുൻപിൽ വാതിൽ കൊട്ടിയടച്ചിട്ടുള്ളത്? രാവും പകലുമില്ലാതെ ആ ഉമ്മയും അതോടൊപ്പം നമ്മുടെ ഉപ്പയും വെയിലും മഴയും അവഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ വസ്ത്രത്തിനു വേണ്ടി, നമ്മുടെ ഭക്ഷണത്തിനു വേണ്ടി അവരുടെ ജീവനും അവരുടെ ജീവിതവും മാറ്റിവെച്ചു. എന്ത് കൊടുത്തു എൻ്റെ ഉമ്മക്ക്? എന്ത് കൊടുത്തു ഞാൻ എൻ്റെ ഉമ്മക്ക്? നമ്മളൊക്കെ കൂട്ടുകാരെ സ്നേഹിക്കുന്നത് കണ്ടീഷനുകൾ വെച്ചിട്ടാ. കൂട്ടുകാരികളെ സ്നേഹിക്കുന്നത് കണ്ടീഷനുകൾ വെച്ചിട്ടാ. പലപ്പോഴും പലരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നത് കണ്ടീഷൻസ് വിത്ത് കണ്ടീഷൻസ്. ബട്ട് അൺകണ്ടീഷണൽ ലവ്, ഒരു കണ്ടീഷനുമില്ലാതെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ വീടുകളിൽ രാവിലെ മുതൽ രാവാകുന്നത് വരെ പണിയെടുക്കുന്ന, ഉറങ്ങാതെ കൈകാലുകൾക്ക് മരവിപ്പ് ബാധിച്ചാലും ശരീരത്തിലെ മാരകമായ രോഗങ്ങൾ ബാധിച്ചാലും ആ രോഗങ്ങളെ അവഗണിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്ന ഒരു ജീവനുണ്ട്. ആ ജീവനെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാലുവേദനയും കൈവേദനയും പറയുമ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ള കൂട്ടുകാരെ, ഹോസ്പിറ്റലിൽ കൂടെ പോയിട്ടുണ്ടോ? ഹോസ്പിറ്റൽ വരാന്തയിൽ ഞാൻ ഇടയ്ക്കൊക്കെ RCC എന്ന് പറയുന്ന റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു ക്യാൻസർ സെന്ററിൽ സന്ദർശകനായി അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ കൂടെ പോകുന്ന ഒരാളാണ്. ഉമ്മമാർ തലയിലെ മുടി മുഴുവൻ കൊഴിഞ്ഞ്, ശരീരത്തിൻ്റെ കൈകാലുകൾ തളർന്ന്, കാലിലോ കയ്യിലോ ഒക്കെ ബാൻഡേജുകൾ മുറുക്കി വച്ച ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. ഇതുപോലെ ശരീരത്തിൻ്റെ
പല കോണുകളിലും മാരകമായ രോഗങ്ങൾ ബാധിച്ച ഉമ്മമാരുണ്ട് നമ്മുടെ വീടുകളിൽ. പരിഗണിച്ചിട്ടുണ്ടോ അവരെ? ഓർത്തിട്ടുണ്ടോ അവരെ? സ്നേഹിച്ചിട്ടുണ്ടോ അവരെ? തോളിൽ കൈയിട്ട് നടന്നിട്ടുണ്ടോ നമ്മൾ? കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക്? ഒരു വീഡിയോ ആണ്, നിങ്ങൾ കണ്ടിട്ടുള്ളതാകാം. ആരാണ് ആ വീഡിയോയെ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ശക്തമായ കാറ്റും മഴയും മിന്നലുമൊക്കെയുണ്ട്. എല്ലാം ശാന്തമായി വെയിലുദിച്ചു. ആരാണത്? ആരാണത്? ആരായിരുന്നു അതിനെ പ്രതിനിധീകരിക്കുന്നത്? ഉപ്പയാണ്, വാപ്പയാണ്. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, കടങ്ങൾ, ബാധ്യതകൾ, ശക്തമായ എല്ലാ പ്രതിസന്ധികളുടെ മുൻപിലും തളരാതെ തകരാതെ കാത്തുനിൽക്കും. ചിരിക്കാൻ പോലും മുഖം തരാതെ, കരയാതെ സങ്കടപ്പെടാതെ, രോഗങ്ങൾക്കിടയിലും പ്രയാസങ്ങൾക്കിടയിലും ദൂരദേശങ്ങളിലേക്ക് വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുന്ന, വണ്ടി ഓടിക്കുന്ന ഉപ്പമാരുണ്ട്, ചുമടെടുക്കുന്ന ഉപ്പമാരുണ്ട്, വെയിലിൽ പണിയെടുക്കുന്ന ഉപ്പമാരുണ്ട്, പ്രവാസികളായി പോയി നിന്ന് കഷ്ടപ്പെടുന്ന ഉപ്പമാരുണ്ട്. നമ്മളതൊന്നും പലപ്പോഴും നമ്മളോടൊന്നും പറയാറില്ല, നമ്മളോടൊന്നും ചോദിക്കാറില്ല. ആ ഉപ്പയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആ ഉപ്പയെ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ കിലോമീറ്ററുകളോളം വാഹനമോടിക്കേണ്ടി വരുന്ന ഉപ്പ, രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഉറങ്ങാതെ തൻ്റെ വാഹനത്തിലേൽപ്പിച്ച ഈ ലോഡ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഓടുന്ന ഉപ്പ, തൻ്റെ വാഹനത്തിലുള്ള കസ്റ്റമറെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ് വാഹനമോടിക്കുന്ന ഉപ്പ, ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? ഉപ്പയുടെ മനസ്സ് വായിച്ചിട്ടുണ്ടോ നമ്മൾ? ഒരു ഉപ്പയാണത്. സ്നേഹക്കടലാണുപ്പാ, സഹനത്തിൻ പൊന്നാണുപ്പാ, അഴകുള്ള അലിവാണുപ്പാ, ജീവന്റെ ജീവനുപ്പാ, സ്നേഹക്കടലാണുപ്പാ, സഹനത്തിൻ പൊന്നാണുപ്പാ. തൻ്റെ ശരീരത്തിൽ ഒരു കൈയുള്ളൂവെങ്കിലും ആ ഒരു കൈ കൊണ്ട് എൻ്റെ മക്കൾ, ആ മക്കൾ പട്ടിണി കിടക്കരുത് എന്നാഗ്രഹിക്കുന്ന ഉപ്പ. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടെ ഉപ്പയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് പലപ്പോഴും പരാതികളാണ്. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്ന പരാതികൾ പറയുമ്പോഴും, ശരീരത്തിൻ്റെ വേദനകളെ പെയിൻ കില്ലറുകൾ കൊണ്ട് പരിഹരിച്ച് വാഹനമോടിച്ചും ദീർഘദൂരം യാത്ര ചെയ്തും നമുക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്നുപ്പയെ, ആ ഉപ്പയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സ്നേഹിച്ചിട്ടുണ്ടോ ആ പാവത്തിനെ? ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? OV വിജയൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ മകൾ ഉഷ, അവരുടെ അച്ഛനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മകൾ തയ്യാറെടുക്കുകയാണ്.
പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പോകാൻ നിൽക്കുന്ന ആ ദിവസം അച്ഛൻ തീരെ വയ്യാതെ, ശരീരത്തിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്ന വളരെ പ്രയാസകരമായൊരു അസുഖം. അദ്ദേഹത്തിൻ്റെ മകളോട് അപ്പോൾ അത് പറഞ്ഞാൽ മകൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകും. അദ്ദേഹം മകളോട് പറയാതെ മകളുടെ പരീക്ഷ കഴിഞ്ഞ് വരുന്നത് വരെ അച്ഛൻ കാത്തിരുന്നു. പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴാണ് അദ്ദേഹം മകളോട് പറഞ്ഞത്, എൻ്റെ ശരീരം വളരെ പ്രയാസത്തിലാണ്, ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അപ്പം മകൾ ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്തേ നേരത്തെ പറയാതിരുന്നത്? അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങൾക്കൊരു തടസ്സമാകരുത് എന്ന് വിചാരിച്ചിട്ടാണ്. പലതും നമ്മളറിയാത്തത്, ഉപ്പമാർ അനുഭവിക്കുന്ന വേദനയും ഉപ്പമാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നമ്മളറിയാത്തത് നമ്മൾ വേദനിക്കരുത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഉമ്മയെ ചുമലിലേറ്റി തവാഫ് ചെയ്യുന്നൊരു മനുഷ്യനെ കാണുമ്പോൾ അതിൻ്റെ പ്രതീകമായൊരു ചിത്രം ഞാൻ കോപ്പി ചെയ്തതാണ്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കാണാൻ, മനുഷ്യനായാൾ ഇങ്ങനെ ഉമ്മയെ ചുമലിലേറ്റിയിട്ട് മണിക്കൂറുകളോളം നടന്ന് മരുഭൂമിയിൽ കാലു തട്ടാതെ തവാഫിൻ്റെ വേളയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ബാധ്യതയൊക്കെ നിർവഹിച്ചില്ലേ? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, ലാ വലാ ബിസഫ്രത്തിൻ വാഹിദ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിച്ച വേദനയുടെ, ആ കഠിനമായ വേദനയുടെ സമയത്ത് ഉമ്മയുടെ ശരീരത്തിൽ നിന്നുണ്ടായ ഒരു നെടുവീർപ്പിൻ്റെ എന്ന ആ വേദനയുടെ ഒരു നെടുവീർപ്പിന് പോലും പകരമായിട്ടില്ല നീ നിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് വന്നിട്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയമുള്ള കൂട്ടുകാരെ, ഉമ്മമാരെ ഇതുവരെ നമുക്ക് ചുമക്കേണ്ടി വന്നിട്ടില്ല, എടുക്കേണ്ടി വന്നിട്ടില്ല. കൂടെ ഒന്ന് പോകാൻ പറയുമ്പോൾ പോലും, ഹോസ്പിറ്റൽ വരാന്ത വരെ പോകാൻ പോലും മനസ്സ് കാണിക്കാതെ നമ്മളെപ്പോഴും നമ്മുടെ തിരക്കും നമ്മുടെ പഠനവും നമ്മുടെ ട്യൂഷനും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഉമ്മയെ ഒറ്റക്ക് ഹോസ്പിറ്റലുകളിലേക്ക് പറഞ്ഞയക്കുന്നവരുണ്ട്. ഒരാൾ പറഞ്ഞൊരു അനുഭവമുണ്ട്. ഉമ്മ എല്ലാ ദിവസവും വീട്ടിൽ ഉമ്മ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, വാപ്പ അറിയുന്നില്ല എന്തിനാണെന്ന്, മകൻ അറിയുന്നില്ല എന്തിനാണെന്ന്. അങ്ങനെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി ഒരു ദിവസം പെട്ടെന്ന് ഉമ്മ വീഴുന്ന വേളയിൽ ഇവരെടുത്തുമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ്, ഉമ്മ കാണുന്ന ഡോക്ടറെ കാണുമ്പോഴാണ് അവരറിയുന്നത് ടെസ്റ്റ് റിസൾട്ടുകളിൽ ഉമ്മക്ക് ക്യാൻസറാണെന്നറിഞ്ഞിട്ട് മാസങ്ങളായി. അതിനുശേഷം ഉമ്മ പോകാൻ വിളിച്ചിട്ടുണ്ട്, കൂടെ പോകാൻ മകനെ വിളിച്ചിട്ടുണ്ട്, പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത് പറയാൻ ഉമ്മ ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും, ഉമ്മ മഴ പോലെയാണ്, ഉപ്പ ആലിപ്പഴം പോലെയാണ്. മഴ എപ്പോഴും ഇങ്ങനെ പെയ്യും, എപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ നമ്മുടെ പുറകങ്ങനെ ടോർച്ചടിച്ച് ഇങ്ങനെ നടക്കും. ഉപ്പ ആലിപ്പഴം പോലെ വല്ലപ്പോഴൊക്കെ വരുള്ളൂ. പക്ഷേ ആ മനുഷ്യൻ്റെ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്. ഉപ്പയും മകളും തമ്മിൽ വല്ലാത്ത ഒരിഷ്ടമുണ്ടാകും. മകളെന്ന് പറഞ്ഞ ഉപ്പക്ക് ജീവനായിരിക്കും, ഉമ്മാക്ക് മോനെന്ന് പറഞ്ഞ ജീവനായിരിക്കും. അതുകൊണ്ട് നമ്മൾ താത്തമാർ അനിയത്തിമാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പം വാങ്ങി കൊടുക്കും, നമ്മൾ എത്ര പറഞ്ഞാലും. ആ ഉപ്പയെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ മുൻപിൽ കാത്തിരുന്ന് ഉപ്പയെ പ്രതീക്ഷിച്ചിരുന്ന് കൈകൊടുത്ത് വീട്ടിലേക്ക് ഉപ്പയെ പിടിച്ച് കയറ്റിയിട്ടുണ്ടോ നമ്മൾ? ഉപ്പയുടെ കൂടെ ഇരുന്ന്, ഉപ്പയോടൊപ്പം ഇരുന്ന്, ഉപ്പയുടെ വർത്തമാനങ്ങൾ, ഉപ്പയുടെ കൊഞ്ചലുകൾ കേൾക്കാൻ നമ്മൾ കാത്തിരുന്നിട്ടുണ്ടോ? നമ്മുടെ ഉപ്പാനൊന്ന് വെറുതെ മനസ്സിൽ വിചാരിച്ചു നോക്കട്ടോ. ഇതെന്തിനാ കാറ്റിട്ടാൻ? ഇതെന്തിനാ ഇതെന്തിനാ വെളിച്ചം കിട്ടാൻ? ഇതെന്തിനാ സൗണ്ട് കേൾക്കാൻ? ഇതെന്തിനാ സഞ്ചരിക്കാൻ? ഇതെന്തിനാ? കാറിൻ്റെ ബ്രേക്ക് എന്തിനാ?
നിർത്താൻ. കാറിൻ്റെ ബ്രേക്ക് എന്തിനാ? വേറെ അഭിപ്രായം വല്ലതുണ്ടി പറയാം. കാറിൻ്റെ ബ്രേക്ക് എന്തിനാ? സ്ലോ ആക്കാൻ. ചാവാണ്ടിരിക്കാൻ. വെരി ഗുഡ്. പിന്നെ നിർത്താൻ. യെസ്. വണ്ടി നിൽക്കാൻ. പിന്നെ പിന്നെ കാറിൻ്റെ ബ്രേക്ക് കാറ് വേഗത്തിൽ ഓടിക്കാൻ. ബ്രേക്കില്ലാത്ത കാറാണെങ്കിലോ ഓടിക്കോ? നമ്മുടെ കാറ്, നമ്മുടെ വണ്ടി ഓടിക്കുന്നത് എന്തുകൊണ്ടാ? അതിന് ബ്രേക്കുണ്ട് എന്ന ഉറപ്പ് നമുക്കുള്ളത് കൊണ്ടാണ്. ശരിയോ തെറ്റോ? തെറ്റാണ്. ന്യായം പറയൂ. ഞാൻ സമ്മതിക്കാം. വേഗത്തിൽ ഓടിക്കുമ്പോൾ എന്തെങ്കിലും അപകടം പറ്റും. വേഗത്തിൽ ഓടിക്കുമ്പോൾ അപകടം പറ്റും. ഞാൻ പറഞ്ഞത് നമ്മുടെ കാറ് വേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം. ശരിയല്ലേ? ബ്രേക്ക് ഇല്ലെങ്കിലോ നമ്മൾ ഓടിക്കൂല. ശരി, എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ബ്രേക്കുകളാണ് നമ്മുടെ ഉമ്മയും നമ്മുടെ അധ്യാപകരും നമ്മുടെ മതവും ദീനും എല്ലാം. നമ്മൾ വേഗത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ഉമ്മയും ഉപ്പയും ഉണ്ട് എന്ന ഉറപ്പാണ് വേഗത്തിൽ നമ്മൾ ഓടുന്നത്, നമ്മൾ ജീവിക്കുന്നത്, ദിവസവും നമ്മൾ ഉണരുന്നത്. അതല്ലാതെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഫാസ്റ്റായി പോകാൻ, വേഗത്തിൽ നമ്മുടെ ജീവിതം ഡ്രൈവ് ചെയ്യാൻ ആ മാതാപിതാക്കൾ ഇല്ലാതായാലോ, ബ്രേക്ക് ഇല്ലാതായാലോ, പ്രിയമുള്ളവരെ, ഇഫ് യു ലോസ് യുവർ ബ്രേക്സ്, നമ്മുടെ ബ്രേക്കുകൾ നഷ്ടപ്പെട്ടു പോയാൽ എത്ര സമയം വേണം ബ്രേക്ക് പോകാൻ? ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ. എത്ര സമയം വേണം ബ്രേക്ക് പോകാൻ? നടന്നു പോകുന്നതിനിടയിൽ ശല്യാക്രമണങ്ങളിൽ തകർന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ, പ്രിയമുള്ളവരെ, കൈകാലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പയെ നഷ്ടപ്പെട്ടപ്പോ ആ വാപ്പയെ മരണപ്പെട്ടു പോയ വാപ്പ, ഉപ്പ നഷ്ടപ്പെട്ടാൽ, ഉമ്മ നഷ്ടപ്പെട്ടാൽ, പ്രിയമുള്ള കൂട്ടുകാരെ, ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇഫ് യു ലോസ് യുവർ ബ്രേക്സ്, നമ്മുടെ ഈ യാത്രക്കിടയിൽ നമ്മുടെ ബ്രേക്ക് പോയാൽ, ഉമ്മ പോയാൽ, വീട്ടിലേക്ക് കയറി ചെല്ലാൻ സമയത്ത് ഉപ്പയില്ലെങ്കിൽ, ഉമ്മയില്ലെങ്കിൽ, ഉപ്പയുടെ കൂടെ നടന്നുപോയ അവൻ ബോംബിൽ ഉപ്പ മരണപ്പെട്ടൊരു കുട്ടിയാണത്. അവന്റെ ഒരു കാലും അതോടൊപ്പം പോയി. ജീവിതത്തിൽ എപ്പോഴാ ബ്രേക്ക് പോവുക? ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ എപ്പോഴാ ബ്രേക്ക് നഷ്ടപ്പെടുക? ആ ബ്രേക്ക് എങ്ങാനും നഷ്ടപ്പെട്ടാൽ, പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ നേരത്തെ ചിരിച്ചതുപോലെ ചിരിക്കില്ല, നമ്മൾ അടിച്ചു പൊളിക്കുന്നത് പോലെ അടിച്ചു പൊളിക്കില്ല. മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ മയ്യത്തിനരികിലേക്ക് ഓടി ഓടേണ്ടി വരുന്ന ഒരവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ കുട്ടി ഓടി വരുന്നത് ഉമ്മയുടെ മയ്യത്തിനരികിലേക്കാണ്. പ്രിയമുള്ള കൂട്ടുകാരാ, പ്രിയമുള്ള കൂട്ടുകാരികളെ, ഉമ്മയും ഉപ്പയും ജീവിതത്തിന്റെ വലിയ അനുഗ്രഹങ്ങളാണ്, സ്വപ്നങ്ങളാണ്. ദേഷ്യപ്പെടാൻ, പിണങ്ങാൻ, ചൂടാകാൻ, ഇറങ്ങിപ്പോരാൻ പലപ്പോഴും അവരുടെ മുൻപിലേക്ക് നമ്മൾ പോകും. അങ്ങനെ പിണങ്ങാൻ ഒരാളില്ലാതായാൽ ഉപ്പയുടെ മയ്യത്ത് വീട്ടിൻ്റെ മുൻപിൽ വച്ച് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അതിൻ്റെ മുൻപിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവരേണ്ടി വരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതിനു മുൻപ് ആ ഉപ്പയെയും ഉമ്മയെയും ഒന്നറിയണം.
ആ ഉപ്പയെയും ഉമ്മയെയും ഒന്ന് മനസ്സിലാക്കണം. ഉപ്പയുടെ ഖബറിൻ്റെ കൂടെ കളിക്കുന്നൊരു കുട്ടിയെ കാണണോ? ഉപ്പയുടെ ഖബറിനോടൊപ്പം കളിക്കുന്നൊരു കുട്ടിയെ കാണൂ. തൻ്റെ കളിപ്പാട്ടം കൊണ്ട് ഉപ്പയുടെ ഖബറിൻ്റെ അടുത്താണ് അവനുള്ളത്. എടോ, ജീവനുള്ള മരിച്ചു പോകാത്ത ഉപ്പമാർ നമ്മുടെ വീടുകളിലുണ്ട്. ഒന്ന് കൂടെ ഇരിക്കാൻ, ഒന്നറിയാൻ, ഉപ്പയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഒന്നറിയാൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നമുക്കൊന്ന് സമയം കിട്ടണം. നമ്മളൊന്ന് തിരിച്ചു നടക്കണം. നമ്മുടെ വീട്ടിലേക്ക്, ഉമ്മയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കണം. കറുത്ത് കരുവാളിച്ചു പോയ അടുക്കളയിൽ നിന്ന് ഗ്യാസ് അടുപ്പിൻ്റെ തീയിലും കഷ്ടപ്പാടുകളിലും അടുക്കളയിൽ നിന്ന് വെയിൽ കൊള്ളുന്ന, അടുക്കളയിലും പുറത്ത് വെയിൽ കൊള്ളുകയും ചെയ്യുന്ന ഉമ്മമാരെ കുറിച്ചൊന്ന് ആലോചിക്കണം. ദീർഘദൂരം വാഹനം ഓടിക്കുന്ന ഉപ്പമാർക്ക് കിഡ്നി പോലെയുള്ള അവയവങ്ങൾക്ക് പ്രയാസങ്ങൾ വന്ന് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഷുഗർ വന്ന് കാല് മുറിച്ച് കളയേണ്ടി വരുന്ന പ്രയാസങ്ങൾ, ഇൻസുലിൻ കുത്തിവെച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഉപ്പമാർ, ആ ഉപ്പമാരെ നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടി നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സമയം മാറ്റി വച്ചിട്ടുണ്ടോ? പ്ലീസ് ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ്. പ്ലീസ് ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ്. സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. ആ രണ്ട് കാലുകൾ ഒരു മയ്യത്താണ്. ഹൈസക്ക് അവസാനിക്കുകയാണ്. നമ്മുടെ സെഷൻ സമാപിക്കുകയാണ്. പ്ലീസ് ക്ലോസ് യുവർ ഐസ് കംപ്ലീറ്റ്ലി. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. Then go to your home. Look your mom. Look your dad. ഉമ്മയുടെ മുഖത്തേക്ക് നോക്ക്. ഉപ്പയുടെ മുഖത്തേക്ക് നോക്ക്. ഉമ്മയും ഉപ്പയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ചെയ്തു തന്ന, അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് വീട്ടിലെഴുന്നേൽക്കുന്ന, നമ്മൾ ഉറങ്ങുന്നതിന് ശേഷം ഉറങ്ങുന്ന, നമ്മുടെ ഷർട്ടും നമ്മുടെ പാൻറ്റും നമ്മുടെ അടിവസ്ത്രങ്ങളടക്കം അലക്കുന്ന, ശരീരത്തിനു തളർച്ച ബാധിച്ചാലും കൈകാലുകൾക്ക് രോഗം ബാധിച്ചാലും ഒരു തളർച്ചയും ഒരു പ്രയാസവും നമ്മുടെ മുൻപിൽ കാണിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി ഉറക്കമൊഴിക്കുന്ന ഉമ്മ, ആ ഉമ്മയെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഉപ്പയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എത്ര കാലമായി ഉപ്പ നമുക്ക് വേണ്ടി ഓടുന്നു. നമ്മൾ ധരിച്ച ഡ്രസ്സ്, നമ്മുടെ ഷൂ, നമ്മുടെ വാച്ച്, നമ്മുടെ കണ്ണട, നമ്മുടെ ഓർണമെൻറ്റ്സ്, നമ്മുടെ ചെരുപ്പ്, നമ്മുടെ ഷോൾ, നമ്മുടെ പർദ്ദ, നമ്മുടെ ചുരിദാർ, നമ്മുടെ എല്ലാ വസ്ത്രങ്ങളും ഉപ്പയുടെ വിയർപ്പാണ് മക്കളെ. ഉപ്പ ഉറങ്ങാതിരുന്നതിൻ്റെ, ഉപ്പ ദീർഘദൂരം വാഹനമോടിച്ചതിൻ്റെ, ഉപ്പ ചുമടെടുത്തതിൻ്റെ, ഉപ്പയുടെ ശരീരം വിയർത്തതിൻ്റെ, ഉപ്പ വീട് വിട്ട് നാട് വിട്ട് കല്യാണങ്ങളില്ലാതെ പരിപാടികളില്ലാതെ ഗൾഫിൽ പോയി പണിയെടുത്തതിൻ്റെ, ഉപ്പ ഓടിയതിൻ്റെ, ഉപ്പ വെയിൽ കൊണ്ടതിൻ്റെ, ഉപ്പ പട്ടിണി കിടന്നതിൻ്റെ, ഉപ്പയുടെ രോഗങ്ങൾ മറന്ന് ഉപ്പ ഓടിയതിൻ്റെ,
ഉപ്പയുടെ സന്തോഷങ്ങൾ ഉപ്പ മാറ്റിവെച്ചതിൻ്റെ, വാപ്പയുടെ യാത്രകൾ വാപ്പ മാറ്റിവെച്ചതിൻ്റെ, വാപ്പയുടെ വേദനകൾക്ക് മുകളിൽ വാപ്പ കഷ്ടപ്പെട്ടുകൊണ്ട് ആ വേദനകളെ മറന്ന് കയ്യിൽ കിട്ടിയ ഏതെങ്കിലും ഗുളികകളിൽ ഉപ്പ ആ ഗുളികകളിൽ മാത്രം കഴിച്ചുകൊണ്ട് ഉപ്പ ജീവിച്ചതിൻ്റെ, ഉപ്പയുടെ ജീവിതത്തിൻ്റെ, ഉപ്പയുടെ അധ്വാനത്തിൻ്റെ, ഉപ്പയുടെ തേട്ടത്തിൻ്റെ അടയാളങ്ങളാണ്, വിയർപ്പുകളാണ് ഞാനും നിങ്ങളും. എന്നിട്ടും ആ ഉപ്പയെ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞെന്ന ഉപ്പയുടെ കൈ തൊട്ടിട്ടുണ്ടോ? ഉപ്പയുടെ കൂടെ നടന്നിട്ടുണ്ടോ? ഉപ്പയോടൊപ്പം ഹോസ്പിറ്റൽ വരാന്തയിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടോ? ഉപ്പയോടൊപ്പം ഉപ്പയുടെ രോഗത്തിന് ഉപ്പയ്ക്ക് ആശ്വാസം നൽകി. പോട്ടെ ഉപ്പ, ഞാനുണ്ട് ഉപ്പക്ക്, ഞാനുണ്ട് വാപ്പ എൻ്റെ കൂടെ എന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ള കൂട്ടുകാരെ, എൻ്റെ ആൺകുട്ടികളായ സുഹൃത്തുക്കളെ, നമ്മൾ ആണുങ്ങളല്ലേ, ഉപ്പയുടെ കൂടെ ധൈര്യം പകർന്ന് കൂടെ നിൽക്കേണ്ടവരല്ലേ? ഒരിക്കലെങ്കിലും ഉപ്പയുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സമാധാനിപ്പിച്ചിട്ടുണ്ടോ? തലോടിയിട്ടുണ്ടോ? ആശ്വസിപ്പിച്ചിട്ടുണ്ടോ? ഉപ്പയെ വേദനിപ്പിക്കുകയല്ലാതെ, ഉപ്പയുടെ മനസ്സിൽ തീ കോരിയിടുകയല്ലാതെ, ഉപ്പയുടെ നെഞ്ചിൽ തീ കോരിയിടുകയല്ലാതെ, ഉപ്പയുടെ മനസ്സിൽ മുള്ളുകൊണ്ട് കുത്തുകയല്ലാതെ, ഉപ്പയുടെ മനസ്സിൽ കത്തി കുത്തി ഇറക്കുന്നത് പോലെയുള്ള വേദനകൾ പകർന്നു കൊടുത്തുകൊണ്ടല്ലാതെ ഉപ്പയെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? ഉമ്മയെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? എത്രയാണ് ഉമ്മയോട് പിണങ്ങിയത്? എത്രയാണ് ഉമ്മയോട് ചൂടായത്? എത്രയാണ് ഉമ്മയോട് ദേഷ്യപ്പെട്ടത്? എത്രയാണ് ഉമ്മയോട് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്? പ്രിയമുള്ളവരെ, കുളിച്ച് കയറിപ്പോരുമ്പോ തലയിലെ വെള്ളം തോർത്തിക്കളയാൻ കൈകൾ കൊണ്ട് തലയിൽ തടവിയിട്ട് നീ ഒന്നുകൂടി പോയി തോർത്തടി എന്ന് പറയാൻ ഉപ്പയില്ലെങ്കിൽ, ഉമ്മയില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു വസ്തുവോ ഭക്ഷണമോ ഉപ്പയോട് വിളിച്ചു പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു വാഹനം ഉപ്പയുടെ അശ്രദ്ധ കൊണ്ടോ മറ്റൊരു വാഹനം ഓടിക്കുന്നവന്റെ അശ്രദ്ധ കൊണ്ടോ എന്റെ ഉപ്പയുടെ വാഹനത്തിന്റെ നേരെ വന്നാൽ എന്റെ ജീവൻ, എന്റെ കൽബ്, എന്റെ ചങ്ക്, ആ ചങ്കിനൊരു തണലായി മാറാൻ, ചങ്കായി മനസ്സിൽ കൊണ്ടു നടക്കാൻ ഉപ്പയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രിയമുള്ള കൂട്ടുകാരെ, എത്ര രോഗങ്ങളാണ് ഉപ്പയ്ക്കുള്ളത്, എത്ര അസുഖങ്ങളാണുള്ളത്, എത്ര വേദനകളാണുള്ളത്. വീട് പണിയണം, മക്കളെ പഠിപ്പിക്കണം, താത്തമാരെ കെട്ടിക്കണം, ലോൺ അടയ്ക്കണം, കടങ്ങൾ തീർക്കണം, ഉമ്മയെ ചികിത്സിക്കണം, വല്യുപ്പയെ ചികിത്സിക്കണം, വല്യുമ്മയെ ചികിത്സിക്കണം, വീടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുക്കണം, വീടിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഏറ്റെടുക്കണം, എല്ലാ പ്രയാസങ്ങളെയും നെഞ്ചിലേറ്റണം. ആ പ്രയാസങ്ങളെ നെഞ്ചിലേറ്റിയിട്ട് രോഗങ്ങൾ മാറ്റിവെച്ച് മക്കൾക്കായി ഓടിയുപ്പ, പട്ടിണി മാറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തു ഉപ്പ. ജീവിതത്തിൽ ഇന്ന് തീരുമാനിക്കണം നമ്മൾ, എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എനിക്കെല്ലാം തുറന്നു പറയാനുള്ളവരാണ്.
ഉമ്മയെ ഓർക്കണം, ഉപ്പയെ ഓർക്കണം. ഉമ്മക്കും ഉപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഉമ്മയും ഉപ്പയും ഇഷ്ടപ്പെടാത്ത +2-നോ SSLC-ക്കോ 9ാം ക്ലാസ്സിലോ എവിടെയെങ്കിലും വച്ച് കണ്ടുമുട്ടിയ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും നല്ല വർത്തമാനം പറയുമ്പോഴേക്ക് അവനോടൊപ്പം നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ 10, 13, 15 വർഷം നമ്മൾ വളർത്തിയ ശരീരത്തിൻ്റെ അവശതകൾ മറന്ന്, ജീവിതത്തെ മറന്ന്, അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഉപ്പയെയും ഉമ്മയെയും നമ്മൾ ഓർക്കണം. ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്, സിറ്റ് ഡൗൺ. യെസ്, ദേ വിൽ ബി ബിഹൈൻഡ് ഓൾ അവർ സക്സസസ്. നമ്മുടെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലും അവരുണ്ടാകും. ബട്ട് ദേ വിൽ നോട്ട് ക്ലെയിം എനി ഓഫ് ഇറ്റ്. അതിൻ്റെ അവകാശവാദമൊന്നും പറയാൻ അവരുണ്ടാവൂല. ബട്ട് വി ഷുഡ് ഹഗ് ദം ആൻഡ് fill, please fill, kiss them and tell them what yes, എന്താണ് പറയേണ്ടത് അവരോട് പറയേണ്ടത്? hug them and kiss them and tell them. ഉള്ളറിഞ്ഞ്, മനസ്സറിഞ്ഞ്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉപ്പയോടും ഉമ്മയോടും പറയാൻ കഴിയണം, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ജീവിതത്തിലൊരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറയാൻ ഉറപ്പ് കൊടുക്കാൻ പ്രിയമുള്ള കൂട്ടുകാരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, കഴിയുമോ? യെസ് ഓർ നോ? കഴിയുമോ? The last video. ആ ഉപ്പയുടെ തോളിൽ എത്രയോ സഞ്ചരിച്ചവരാണ് നമ്മൾ. ആ തോളുകൾ ഇന്ന് ദുർബലമാണ്. ആ തോളുകൾക്ക് കയറിയിരുന്നതിന് പകരം കൈയിട്ട് കൊടുത്ത് ഒരു താങ്ങാകാൻ, തണലാകാൻ നമുക്ക് കഴിയണം. കൂടെ നിൽക്കാൻ കഴിയണം, മനസ്സറിയാൻ കഴിയണം, ചേർത്തു നിർത്താൻ കഴിയണം, സ്നേഹിക്കാൻ കഴിയണം. പിണക്കാതെ ഒരിക്കൽ പോലും എതിരു പ്രാർത്ഥിക്കാതെ ഉപ്പയോടൊപ്പം നിൽക്കാൻ കഴിയണം. ഉപ്പക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഒന്ന് ആവർത്തിക്കാമോ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഞങ്ങളെ ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ അല്ലാഹുവേ നീ അവർക്ക് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായ സ്വർഗം നൽകിയവർ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പമാർക്ക്, ഞങ്ങളുടെ ഉമ്മമാർക്ക് അവരുടെ വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും കടങ്ങളും ലോണുകളും എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ നല്ല മകനായി, നല്ല മകളായി ഞങ്ങളെ വളർത്തേണമേ റബ്ബേ.
റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതുവരെയും സഹകരിച്ച മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ശുക്രൻ, ജസാക്കുമുല്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.